Hey guys, welcome back to my new channel. അപ്പൊ ഗൈസ് നമ്മള് കൊറേ കാലത്തിന് ശേഷം ഓള് പറയുന്നത് നമ്മൾ പ്ലാൻ ആക്കുന്നത് ഏകദേശം ഒരു 3 മാസത്തോളായി നമ്മൾ പ്ലാൻ ആക്കുന്നത് ജസ്റ്റ് ഒന്ന് മൂന്നാറോണ്ട് പോയി വരാം ജസ്റ്റോ വൺ ഡേ ട്രിപ്പ്. അപ്പൊ കൊറേ 3 മാസമായി പ്ലാൻ ചെയ്യുന്നു. പിന്നെ കൊറേ ബിസി തിരക്ക് കാരണം നമുക്ക് ഈ ഒരു പ്ലാനിങ് ഇതുവരെ നടന്നിട്ടില്ല. അങ്ങനെ 3 മാസം കടന്നു പോയി. അപ്പൊ ഇന്ന് നമ്മൾ രണ്ടും കൽപ്പിച്ച് പോട്ടെ, എന്ത് സംഭവിച്ചാലും രണ്ടും കൽപ്പിച്ച് അങ്ങനത്തെ നമ്മള് പോവാന്നുള്ള ഒരു പ്ലാനിങ് തയ്യാറാക്കി. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞു 3 മണിക്കാകുമ്പോൾ പോവാ, ഏകദേശം വരുന്ന ഒരു 3 മണി സുബൈക്ക് 3 മണിക്ക് പോവാന്നാണ് ഞാൻ പ്ലാൻ ആക്കിയത്. ഓക്കെ എന്നും പറഞ്ഞു ഇവിടെ കടന്നു. 3 മണിക്ക് ഞാൻ എണീച്ചിട്ട് വിളിക്കുമ്പോ ആക്കിയത്. എന്നിട്ട് ലാസ്റ്റ് എന്നിട്ട് അപ്പൊ ആൾക്ക് ദേഷ്യം വന്നു. അപ്പൊ ഞാൻ കടന്നുറങ്ങിയിട്ട് പിന്നെ എന്താക്കി രാവിലെ എണീച്ചിട്ടുണ്ട് പോവാ. ഞാൻ പറഞ്ഞ അടുത്തേക്ക് പോകേണ്ട സമയം കഴിഞ്ഞു. ഇനിയിപ്പോ എന്ത് പിന്നെ ഏതായാലും ആഗ്രഹിച്ച പ്ലാൻ പിന്നെ പോവാന്ന് വിചാരിച്ച്. പിന്നെ പോകുമ്പോണ്ട് നോക്കിയാ ഇത് മൂന്നാർ പോകുന്നതാണോ വൺ ഡേ ട്രിപ്പാണോ പോകുന്നത് അല്ല ഞമ്മള് നാട് വീടാണോ എന്ന് വരെ ചിന്തിച്ചു പോകും ഗൈസ്. നിങ്ങൾ കാണുമ്പോ നമ്മള് പോകുമ്പോ ഇപ്പൊ പ്രത്യേകിച്ച് പോകുമ്പോ ഒന്നും കാണാനൊന്നും ഉണ്ടാവില്ല. എല്ലാം പോയി. നമ്മ രാത്രി പോകുമ്പോ ഒരു വൈബായിരിക്കും, സുബൈക്ക് പോകുമ്പോ ഒരു രസമായിരിക്കും. പക്ഷെ എന്നാൽ ക്ലാരിറ്റി ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ കാറിൽ കയറി. സാധനങ്ങളെല്ലാം ബാക്കിൽ വെച്ചു. അപ്പൊ നമുക്ക് ട്രിപ്പ് സ്റ്റാർട്ട് ആക്കാം. ഗൈസ് അപ്പൊ നമ്മൾ പോണെങ്കിൽ കുറച്ച് ഓറഞ്ച് വാങ്ങിക്കാന്ന് വിചാരിച്ചു. പൈസ തന്നെ ഇപ്പൊ എടുത്താ നല്ല മധുരമുള്ളല്ലേ? ഗൈസ് അപ്പൊ ഞാന് പൊറോട്ട കഴിക്കാൻ എത്തുമ്പോ ഇങ്ങനെ പൈക്കുന്നു. പിന്നെ പാലൊടുക്കണ ഒരു സ്ത്രീ മറ്റേ അതിന്റെ കുടുംബത്തെപ്പെട്ട ആരോ പാലൊടുക്കുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടെന്ന്. ഗൈസ് അപ്പൊ നമ്മ പൊറോട്ടയും മുട്ടക്കറിയൊക്കെ കഴിച്ചു. വണ്ടിക്ക് എടുക്കണമായിരുന്നു. അതെന്താന്ന് പിന്നെ മേനുവിന് ലഡു ഇഷ്ടം, അണ്ട് എനിക്ക് ജിലേബി ഇഷ്ടം. അപ്പൊ ഞാൻ പറഞ്ഞ ജിലേബി എടുക്കാൻ പറഞ്ഞിട്ട് ജിലേബി ലഡു ആവുമ്പോ എനിക്ക് തിന്നാം. അങ്ങനെ അറിയാണ്ട് വായെന്ന് തോന്നി ലഡു ആവുമ്പോ എനിക്ക് തിന്നാന്ന്. എന്റെ ലഡു തന്നെ എടുത്ത് അല്ലെ ഒന്നുമില്ല ഉണ്ടാവും. അത് എവിടെ നിന്ന് ബില്ലടിക്കാൻ വന്നപ്പോ മേനു വെച്ച് ഇവിടെ ജോലിക്ക് ആളെ വേണോന്ന് വെച്ച്. അപ്പൊ പുള്ളി പറഞ്ഞേ ഇവിടെ ആള് കൂടുതലാ. ഞാൻ പറഞ്ഞു വേണമെങ്കിൽ ചായ അടിക്കാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ മേനു പറഞ്ഞേ ഇല്ല പാത്രം കഴുകാൻ ഒരാളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പാത്രം കഴുകിയില്ല എന്ന് പറഞ്ഞപ്പോ പുള്ളി അറിയാ പഠിക്കാന്ന്. ആട്ടെ ചിരി അന്ന് വീഡിയോ ഇട്ടില്ല. അത് കഴിഞ്ഞതിനപ്പോ പുറത്ത് വീഡിയോ എടുക്കായിരുന്നു. അങ്ങനെ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓൺ ദ വേ. ഓക്കെ ഏറ്റവും വടക്കായിട്ടുള്ളവരുണ്ടെങ്കിൽ അറബി കോളേജിൽ പഠിക്കും. ഇങ്ങനെ ആറോ വളവ് എസ് വളവ് എസ് അല്ല എന്താ യു വളവ്. ആനയുടെ ഫോട്ടോ ഉണ്ട്. ആനയുണ്ട്, സൂക്ഷിച്ചോളൂ. ഞങ്ങൾ മുമ്പിലൊക്കെ എത്തി. ഗൈസ് നമ്മൾ മേനോട് സുഹൃത്തുക്കളെ കണ്ടുപിട്ടി.
ആ മതി, ഇവിടെ നിർത്തണ്ട. ഇനി ഞാൻ പോകുമ്പോ നമുക്ക് വെള്ളച്ചാട്ടത്തിന് അവിടെ കുറെ ഉണ്ടാവും. അപ്പൊ ഗൈസ് നമ്മളിപ്പോ വരുന്ന വഴിക്ക് ഇത് കണ്ട് എന്താ റോപ്പ്. ഇപ്പൊ അവരുടെ അടുത്ത് ജസ്റ്റ് ഒന്ന് സിപ്പ് ലൈന് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് 500 റുപ്യ, മറ്റേത് 600 റുപ്യ, ഓരോരാൾക്ക് ഭയങ്കര എക്സ്പെൻസീവ്. കയറണമെന്നുണ്ട്, താല്പര്യമുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് അവരെ ഈ നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങൾക്ക് ആരും ഇൻട്രസ്റ്റഡ് കൊളാബ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു നോക്കാൻ പോവുകയാണ് ഗൈസ്. കൊളാബിൽ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്കൊരു ബിഗ് പ്രൊമോഷനായി സത്യം പറഞ്ഞെങ്കിൽ അല്ലേ. നമ്മൾ ഇത്ര ഇതാക്കണം. നമുക്കൊന്ന് ലൈവായിട്ടൊന്ന് വിളിച്ചു നോക്കാം. വിളിച്ചിട്ട് നമുക്ക് കാര്യം സംസാരിച്ച് ചോദിച്ച് നോക്കാം എന്നപോലെ താല്പര്യം ഉണ്ടോ എന്നുള്ളത്. എന്താണ് പേരെന്താണ്? ഹലോ 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 മിണ്ടണില്ല ഗൈസ്. ഫോൺ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒന്നും മിണ്ടണില്ല. അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫോൺ ഓഫ് ആക്കി വെച്ചു. റേഞ്ച് ഇല്ലാണ്ടാണ്. തിരിച്ചു വിളിക്കുന്നുണ്ടാവും. ഹലോ, കേൾക്കുന്നുണ്ടോ? ഹായ്, ആക്ച്വലി മെഹിനു ചാനലിൽ നിന്ന് വിളിക്കുകയാണ്. നമ്മളൊരു യൂട്യൂബ് ചാനൽ ചെയ്യുന്ന വ്ളോഗൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പം നിങ്ങളൊരു ഈ ഒരു ഇത് കണ്ട് ഞാൻ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞാൻ ശ്രദ്ധിച്ച് ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് വിളിച്ചു നോക്കിയതാണ് സംഭവം. ആക്ച്വലി നിങ്ങൾക്ക് കോളാബ് അങ്ങനെ പ്രൊമോഷൻ ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഓ, നിങ്ങൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മൂന്നാർ ഭാഗത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഭാഗത്തേക്ക് നിങ്ങളെ അന്വേഷിച്ചപ്പോൾ ചോദിച്ച് വിളിച്ചത്. ശരി ശരി ശരി. അരമണിക്കൂറിന്റെ അകത്ത് വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മാനേജ്മെന്റോട് സംസാരിക്കട്ടെ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്ക് അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അരമണിക്കൂറേക്ക് നമുക്ക് അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നീ തോക്കറി എന്തിനാ വെടി വെക്കണേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നേരെ നമ്മള് മൂന്നാറ് തേയിലത്തോട്ടത്തിന്റെ അടുത്ത് പോയി കുറച്ച് പിക്സ് ഒക്കെ അടിച്ച് എന്തായാലും സ്റ്റേ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം സ്റ്റേ ചെയ്യാൻ എന്താ പറയാ സമയമില്ല. ഒന്നാമത് പോയിട്ട് കുറെ പണിയുണ്ട്. നമ്മൾ പോയി ജസ്റ്റ് ഒന്ന് തേയിലത്തോട്ടത്തിലൊക്കെ പോയി കുറച്ച് പിക്സ് ഒക്കെ അടിച്ച് നമ്മൾ നേരെ തിരിച്ചു പോകണം. എന്നിട്ട് അടുത്ത മാസം ഇൻഷാ അല്ലാഹ് ഞാൻ സഫൂനെയും കൂട്ടി നല്ല റിസോർട്ടൊക്കെ എടുത്ത് എന്തായാലും സ്പെൻഡ് ചെയ്യാനുള്ളൊരു സമയം ഞാൻ കണ്ടെത്തും എന്ന് വിശ്വസിക്കുന്നു. ഇതേപോലെ തന്നെ 3 മാസം മുന്നേ ഞാൻ മൂന്നാറ് വരുന്ന 1 ഡേ ട്രിപ്പും പ്ലാൻ ചെയ്തതാണ്. നമുക്ക് നോക്കാം എന്താവും എന്നുള്ളത്. തവക്കൽത്തു അലല്ലാഹ് ഇൻഷാ അല്ലാഹ്.
അപ്പോൾ ഓക്കെ, നമുക്കിനിയിപ്പം അവർ തിരിച്ച് വിളിക്കുമ്പോൾ നമുക്ക് ഒരു റെസ്പോൺസ് എങ്ങനെയാണെന്ന് നോക്കാം. അതേപോലെ തന്നെ നമുക്ക് നേരെ പോവാം. അപ്പോൾ ഓക്കെ, അടുത്തിട്ട് കാണാം. ഗൈസ് അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് വേറെ ഒരു സിപ്പ് ലൈൻ കണ്ടിട്ടുണ്ട്. ഇതാ സിപ്പ് ലൈന്. ഇത് അത്യാവശ്യം സഫൂനൊക്കെ ലൈക്കായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മുടെ പിന്നെ ഇപ്പം ഇനി ഈ ലൊക്കേഷനിൽ പുതിയ ഇത് വേറൊരു സിപ്പ് ലൈൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ മൂപ്പര് വന്നിട്ട് ചോദിക്കാണ്. ശരിക്കും ഉണ്ടായിരുന്നു അത്. അപ്പോൾ അതായത് സംഭവം എന്താ വെച്ചെങ്കിൽ നമുക്ക് ഇവിടെയും ജസ്റ്റ് ഒന്ന് കോളാപ്പ് ചോദിച്ചു നോക്കാം. എന്നിട്ട് അപ്പൊ നമ്മൾ ഇവിടുത്തതൊന്ന് ചോദിച്ചു നോക്കാം. കാരണം ഇവർക്ക് ഇൻസ്റ്റാഗ്രാം പേജൊന്നും തപ്പിയിട്ട് കിട്ടണില്ല. ഹൈ റേഞ്ച് സിപ്പ് ലൈൻ ഇവരെ കാറ്റലോഗിന്റെ അതിൽ ഫോട്ടോ ഉള്ളത്, പക്ഷെ ആ ഒരു ഇത് കാണുന്നില്ല. അപ്പൊ എന്തായാലും നമ്മൾക്ക് ഫോൺ നമ്പർ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ഫോൺ നമ്പറിലൊന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കിയിട്ട് വേണം അടുത്ത നീക്കങ്ങൾ മുന്നോട്ട് നീങ്ങാൻ. അപ്പൊ എന്തായാലും നമുക്ക് എന്തായാലും ഒരു റിസൾട്ട് കിട്ടുന്നവരെ വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഗൈസ് നമ്മള് നേരത്തെ ഒരാളെ വിളിച്ച് അവർ അരമണിക്കൂർ കൊണ്ട് വിളിക്കാറുണ്ട്. അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് വേറൊരു സിപ്പ് ലൈൻ കണ്ടിട്ടുണ്ട്. അത് തിരിച്ചു വിളിക്കണ്ടേ, ഞാൻ അറിയാണ്ട് ഒരു കോള് വിളിച്ചായിരുന്നു വീഡിയോ എടുക്കുന്നതിന് മുന്നേ. ഹലോ, മൂന്നാർ സിപ്പ് ലൈൻ്റെ ആക്ച്വലി പിന്നെ നമ്മൾ മെഹിനു ചാനലിൽ വ്ലോഗ് ചെയ്യുന്ന ആളാണ്. അപ്പം നിങ്ങള് ജസ്റ്റ് പ്രൊമോഷൻ ചെയ്യാൻ താല്പര്യമുണ്ടോ ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത്. ഒരു ഷോർട്ട് വീഡിയോ നമ്മൾ ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യും സോഷ്യൽ മീഡിയയിൽ. നിങ്ങൾ ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ടോ? നമ്മുടെ മൂന്നാർ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മള് ചാനലിൽ ഷോർട്സ് വീഡിയോസ് ചെയ്തിടാൻ നിങ്ങൾക്ക് ഇങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു ചോദിക്കാം. അതായത് നിങ്ങളെ റേറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യും. പിന്നെ അതിൻ്റെ നിങ്ങളെ ഡീറ്റെയിൽസ്, ലൊക്കേഷന്, നിങ്ങളെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മെൻഷൻ ചെയ്തിട്ട് ഒരു വീഡിയോ തയ്യാറാക്കിയിട്ട് തരും. പിന്നെ ഏകദേശം ഒരു 5K ഉള്ളിൽ നമുക്ക് ചെയ്യാം. നമ്മളിപ്പോൾ ഇവിടെ ഉണ്ടായത് കൊണ്ടാണ്, മൂന്നാർ ഭാഗത്ത് ഉണ്ടായത് കൊണ്ട്. ആണോ? അപ്പൊ നിങ്ങൾ എന്നാല് ആ സമയം എത്തിയിട്ട് വിളിക്കും. നമ്മൾ എന്നാല് മൂന്നാറിൽ തന്നെ ഉണ്ട്. ജസ്റ്റ് കുറച്ച് ഇവിടെ ഫാമിലി ആയിട്ട് വന്നാണ്. വൈഫും ഞാനും നമ്മൾ ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇവിടെ ഒന്ന് കവർ ചെയ്ത് നിങ്ങൾ എത്ര മണിക്ക് വരുമെന്ന് പറയാതെ ഞാൻ എസ്റ്റേറ്റിലേക്ക് എസ്റ്റേറ്റിലേക്ക് പോവാ. പോയിട്ട് എപ്പോഴത്തേക്കാണ് സൗകര്യപ്പെടും? നിങ്ങൾ എത്തിയിട്ട് ഫ്രീ ആയിട്ട് വിളിച്ചാൽ മതി. നമ്മളെപ്പോഴത്തേക്ക് ഒന്ന് ഇവിടെ 2-3 മണിക്കൂർ ഒന്ന് കറങ്ങിയിട്ട് ഈ നമ്പറിൽ ഞാൻ വിളിക്കാം. ശരി ശരി ശരി. ഇപ്പൊ നമ്മളിപ്പോ രണ്ടാമത് ഇതെന്താ മരുന്ന് ഷോപ്പോ അല്ല, ഇത് ഫുള്ള് മറ്റേ ഇത്. അതായത് നമ്മളിപ്പോ അങ്ങനെ വിളിച്ചപ്പം അവർക്ക് ഇൻസ്റ്റാഗ്രാം പേജൊന്നും ഇല്ല. ആക്ച്വലി അയാൾക്ക് താല്പര്യം ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ടോന്നും ഇല്ലാന്നും എന്നുള്ള രീതിയിലായിരുന്നു ടോക്ക് ചെയ്ത്. അയാളൊന്ന് സംസാരിച്ച് ഒന്ന് ക്ലാരിഫൈ ചെയ്യാനുണ്ട് മൂപ്പർക്ക്. അപ്പം ഞാൻ ചെറിയൊരു ഇതിൽ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം അങ്ങനെ മൂപ്പര് ഇതേപോലെ 2 മണിക്കൂറാണ് സമയം തന്നിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം, ഇതും വെയിറ്റ് ചെയ്യാം. വാവ്, ബ്യൂട്ടിഫുൾ. സത്യം പറഞ്ഞെങ്കിലില്ലേ, ഈ ഒരു വ്യൂ ഞാൻ സത്യം എൻ്റെ ലൈഫിൽ ഇതുവരെ ഞാൻ ഇത്രയും ഇങ്ങനെ മലകൾ ആസ്വദിച്ച് ഞാൻ എപ്പോഴും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും ആലോചിച്ച് ഇങ്ങനെ ഡ്രൈവ് ചെയ്യലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ പോവാത്ത സ്ഥലങ്ങൾ കുറവാണ്. പക്ഷെ ഞാൻ ഇതുവരെ ആസ്വദിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. എൻ്റെ ലൈഫ് എനിക്ക് വേണ്ടി ഇതുവരെ ഞാൻ ജീവിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ ഈ ആസ്വാദനങ്ങളും എല്ലാം മനസ്സിലായി വരുന്നത്. സത്യം പറഞ്ഞത് സോ അതാ കണ്ട, ഇതൊക്കെ ഇങ്ങനെ എന്ത് രസറിയോ. അതായത് ഇങ്ങനെ കണ്ടിരിക്കാൻ സീരിയസ്ലി ഗൈസ് ഒരു പ്രത്യേക ഒരു ഇത് കിട്ടണേ. ഓട്ടോറിക്ഷയിൽ ഇപ്പൊ കുത്തി മരത്തട്ടി ഞാൻ എന്താ പറയാ, നമുക്ക് ആ മല പോവാൻ കഴിയും. ആ മറ്റാ കണ്ണിങ്ങനെ കേറുന്ന സാധനം ഉണ്ടെങ്കിൽ നമുക്ക് പോയിരുന്നല്ലോ. പക്ഷെ നമ്മളും അതേപോലത്തെ സ്ഥലത്താണ് ഉള്ളത്. അപ്പൊ ഓക്കെ ഗൈസ്, ഞാൻ ട്രിപ്പ് വന്നതിലൊന്ന് ആസ്വദിക്കട്ടെ.
എന്നൊക്കെ പറയും. ഇതെന്താ കേരള ഫാമോ? സ്പൈസ് ഫാമോ? ഇവിടെ വില കുറവാണോ കൂടുതലായിരിക്കും അല്ലേ? ചോക്ലേറ്റ് ആയിരിക്കും വേണ്ടത്. അല്ല നമുക്കിപ്പോ വേണ്ട സാധനം എന്താ പറയുക, ഈ മറ്റേ പട്ട ഏലക്കായ് ഇതൊക്കെ. അല്ല ഏലക്കായ് ചായലിടാൻ അതൊന്നും ഒറിജിനൽ, ഇതെല്ലാം പച്ച പറിച്ചു കൊണ്ടുവരുന്ന സാധനമായിരിക്കും. എന്തൊക്കെയോ ഉണ്ടാല്ലേ. നോക്കിയ ഗായ്സ് മല നോക്കിയത്. ഗായ്സ് ഈ മരം നോക്കിയാ, ഇതില് കൊറേ കിളികളുണ്ട്. അടിപൊളി, നല്ലുണ്ട്. കൊറേ കിളികളുണ്ട്. അടിക്കാൻ പറ്റിയ സാധനം രസല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെയുള്ള ഇതിൻ്റെ അകത്തുള്ള കിളികളെ കാണുന്നുണ്ടോ? കാണുന്നവരെ എത്ര കിളികളുണ്ടെന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് കാണുന്നുണ്ടടി? കിളികളൊന്നും കാണുന്നില്ല. എനിക്ക് വേറൊരു കോഴിക്കുഞ്ഞിനെ കാണാം. എവിടെയാണ്? ഇങ്ങോട്ട് തിരിയോ? എന്താണ് നീ കളിക്കുന്നത്? ഞാൻ കിളികളെ കാണുന്നുണ്ടോ ചോദിക്കുമ്പോ കിളികളെ കാണുന്നില്ല, കോഴിക്കുഞ്ഞിനാണ് കാണുന്നത്. എന്റെ ക്യാമറ ഇതിന്റെ മുകളിൽ കയറുന്നാ? ഇല്ല, കയറാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. മെസ്സേജ് അയച്ചു നോക്കണോ? വണ്ടി അത് നോക്കുമ്പോ വണ്ടി പോകുന്ന നമുക്ക് തോന്നിയില്ല. അത് നേരത്തെ വണ്ടി ടീ എന്നടാ, തമിഴ്നാടത്ത്. തമിഴ്നാട് വണ്ടിയേ. ഇത് കർണാടക. എല്ലോ ഒരേ ടീം എന്നടാ. അല്ലാന്ന് ഒരേ ടീം, രണ്ട് വണ്ടി ഒരേ ടീം. തമിഴ്നാട് വണ്ടി മാത്രം, രജിസ്ട്രേഷൻ മാത്രം മാറ്റുണ്ട്, പക്ഷെ അവര് ഫ്രണ്ട്സ് ആണ്. അവരെന്തായാലും ഒന്നിച്ച് വന്ന ടീമായിരിക്കും, ഉറപ്പാണ്. നമുക്ക് തെളിയിക്കവാ. മാനു, ഈ മരങ്ങൾ എന്ത് മരം? ഈ മരങ്ങൾ എന്ത് മരം? ഈ മരത്തിന്റെ പേര് പറയൂ. സഫാനാണ്. അല്ല. പിന്നെ പറ. പാൽമര അല്ല. ചന്ദനോ? അപ്പൊ ഗൈസ്, നിങ്ങൾക്ക് ഈ മരത്തിന്റെ പേരറിയുന്നവർ കമന്റ് ഇടുക. എന്നിട്ട് ലാസ്റ്റ് ഞാൻ ഏതാ ആൻസറിന് കറക്റ്റ് ഞാൻ പറഞ്ഞുതരും. ഓക്കെ? നമ്മളെ പാൻറ്റൊക്കെ ഇട്ടല്ലോ, നമ്മളെ പാൻറ്റൊക്കെ ഇട്ടല്ലോ. എന്ത് മാനു ഇത്? മാനു മാനു എന്ത്? നല്ല പൊന്നേരി ചോറ്, പിന്നെ പപ്പടം, പിന്നെ കുറച്ച് കറികളും. ഇതെല്ലാം എന്തെന്ന് അറിയില്ല, ഇങ്ങനെ തിന്നല്. ചെറിയ തണുപ്പുള്ളൂ ഗൈസ്, അതേ വലിയ തണുപ്പില്ല. എന്നാലും പിന്നെ ഇതൊക്കെ ഇട്ടു പാൻറ്റും. ഹായ് ഗൈസ്, ഇനമോനെ കാണിച്ചു കൊടുക്കട്ടെ. ഒരെണ്ണം ഇട്ട് കൊടുത്ത്. അപ്പോൾ ഗൈസ്, നമ്മൾ തേമിട്ടായി ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വിൻഡോ അധികം എടുക്കലാട്ടാ, ഇട്ട് കൊടുക്കുമ്പോൾ കാണിച്ചാ ഇട്ട് കൊടുക്കൂല. വണ്ടി കയറൂട്ട വേനു, നീ കളിക്കില്ല പുള്ളിയുള്ള. കൊടുത്താ അതാണ് ധൈര്യമുള്ളത്. ബാക്കിൽ നിന്ന് നടന്നു കൊടുക്കതേ, അത് പിന്നെ എണിച്ചിക്കണ്. ഒന്നാ കയ്യുമ്പം പിടിച്ചതാ. കൊടുക്കട്ടല്ലോ. വേണ്ട, എല്ലാം കൊടുക്കാന്. ചിലത് മാന്തൂട്ട വേനു, ആ തള്ള പേടിയാണ് കണ്ടിട്ട്. മതി, എനിക്ക് ഞാൻ ഇനി മോനൊന്ന് കാണിച്ചു. അതാര് നോക്കി
നോക്കിട്ടാ അതാരാട് കൊടങ്ങനാ കൊടങ്ങമാട് ഇത് പെണ്ണാണ് അമിഞ്ഞലുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അത് നല്ല രസമില്ല ആ മേളിലിരിക്കുന്നത്. അതിന് താടിയൊക്കെ ഉണ്ട്. ചിലതുങ്ങൾക്ക് കഴുത്തിലൊരു ഉണ്ടാ അതൊക്കെ ഒരു ചുമന്നത് നയനു ആ മുഖം ആ വയസ്സായി തോന്നുന്നു. അതുണ്ടാ മൊയില കളിച്ചാ മൊയിലാളി. അസ്സലാമലൈക്കും. കുണ്ടി പറയുന്ന എന്തെന്നാണ് വിശേഷം? എന്തോ ന്യൂസ് കിട്ടി. വായില് കൊറേ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടാ. പോട്ടാ താത്താ താത്താ ബൈ. ഗൈസ്, അപ്പോൾ നമ്മൾ നേരത്തെ വിളിച്ച കോളില് നമുക്കിപ്പോൾ ഒരു കോള് റിപ്ലൈ തന്നിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് വിളിച്ച മൂപ്പര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മള് എന്താടി ഇതെടുത്ത് പിടിച്ചടി എന്തെന്നാ മറ്റേ നമ്മളെ അതിന് പോകുന്ന എന്താ പറയാ മറന്നേ, സിബ് ലൈനിലേക്ക് നമ്മള് അവിടെ പോയിട്ട് ഒന്ന് സംസാരിക്കട്ടെ. നമ്മള് കൊളാബായിട്ടാണ് ചെയ്യാൻ പോകുന്നത് ഗായ്സ്. അപ്പൊ നമ്മള് അടിപൊളി റീൽ എടുക്കണം എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. നമ്മൾ എന്താ പറയാ കാര്യമായിട്ട് കിട്ടണമെന്നുണ്ട്. പക്ഷെ സിബ് ലൈനിൽ പോകുമ്പം വീഡിയോ വിചാരിച്ച പോലെ കിട്ടിയാൽ മതി എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് സിബ് ലൈനിൽ എന്താണ് ഡീലാണോ എന്നുള്ളത് കൺഫേം ചെയ്തിട്ടില്ല. അവിടെ പോയിട്ടത് കൺഫേം ആണോ എന്ന് ശരിക്കും സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സിബ് ലൈനിലൂടെ പോവാ. ചില സമയം അതിന്റെ വ്ളോഗ് കിട്ടാൻ ചാൻസ് കുറവായിരിക്കും, ഷോർട്സ് ആയിട്ടായിരിക്കും എടുക്കുന്നത്. നോക്കാം നമുക്ക്. ഓക്കെ, കുറച്ച് ഷോ ആവാം പ്രഹസനം. അപ്പൊ നമ്മള് സിപ്പ് ലൈനിന്റെ അങ്ങോട്ട് പോവാണ്. നോക്കാം. എനിക്ക് കുറച്ച് പേടിയൊക്കെ ആവുന്നുണ്ട് സത്യം പറഞ്ഞെങ്കിൽ. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ എന്താ അവസ്ഥ എന്നറിയില്ല. എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേടിയല്ല. അത് റൈഡ്സ് ഒന്നും പേടിയില്ല, അതൊക്കെ ഇഷ്ടമാണ്. പക്ഷെ ഇതുപോലത്തെ ഈ കൊക്ക ടൈപ്പൊക്കെ എനിക്ക് കുറച്ച് പേടി. ആഴമൊക്കെ കാലൊക്കെ ഇങ്ങനെ വറുക്കും. എന്തായാലും അവർ അതിനുള്ള സേഫ്റ്റി ഒക്കെ ചെയ്തിട്ടായിരിക്കുമല്ലോ നമ്മൾ വിടണേ. അത് നോക്കാം. സംഭവം ഫോണ് ഇത് സത്യം ഇങ്ങനെ പിടിക്കാനൊന്നുമില്ല. ഇത് വീണ പോവല്ലേ അതിലേ നടന്നു. എങ്ങനെ സഫു ഓക്കെ അല്ലേ? പേടിയുണ്ടാ? ഇല്ലല്ലോ, ഉറപ്പല്ലേ? കപ്പിൾ റൈഡ്.
ഗൈസ് അപ്പൊ നമ്മള് നെക്സ്റ്റ് എടുത്ത ഫസ്റ്റ് ഒരു ലൈൻ കഴിഞ്ഞു. എന്ത് പറയാനുള്ളത് ഇത് ബാധിക്കുന്ന വെയിറ്റ് കുറഞ്ഞിട്ട് റിട്ടേൺ പോയി. ഓക്കെ എന്ത് പറയാനുള്ളത്? സൂപ്പർ, പേടിയില്ലായിരുന്നു. തിരിഞ്ഞു പോയോണ്ട് കുഴപ്പമില്ല. ഇതെങ്ങനെ ഫ്രണ്ടിൽ പോണം? ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് തിരിച്ച് അങ്ങനെ നമ്മള് ഈ ഒരു ഇതെന്താ പറയല് സിപ്പ് ലൈൻ നമ്മള് ടെസ്റ്റ് ചെയ്ത്. സഫു എനിക്ക് ഫസ്റ്റ് പേടി ഉണ്ടായില്ല, പിന്നെ കയറിയപ്പോൾ ഒട്ടും ഉണ്ടായില്ല. സഫുവിന് ഫസ്റ്റ് പേടി ഉണ്ടായി, പക്ഷെ കയറിയപ്പോൾ പോയി. എന്തായാലും അടിപൊളിയാണ്. എന്തായാലും ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങളിത് ടെസ്റ്റ് ചെയ്ത് നോക്കണം, അല്ലെങ്കിൽ മിസ്സാവും. ഇനി നമുക്ക് ഇവരെ തന്നെ ഫ്ലോട്ട് ഉണ്ട്, ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അടുത്തേക്കും നമുക്കൊന്ന് പോയിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. എന്താ സഫ ഒന്നും പറയാനില്ലേ? ഓക്കെ, നമ്മളിത് സാധനമൊക്കെ കഴിച്ചിട്ട് വേണം നമുക്കിനി. സിപ്പ് ലൈനിൻ്റെ തൊട്ടിപ്പുറം തന്നെ ഒരു റെസ്റ്റോറൻറ്റും ബേക്കറിയും ഒക്കെ ആയിട്ട് മിക്സ് ആയിട്ട് ഇവരുടെ തന്നെ ഒരു കടയും കൂടി ഉണ്ട്. ഇത് ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ അത്രയും ടയേർഡായിട്ട് നമ്മൾ ഇവിടെ വന്ന് ചായ കുടിച്ച് സ്നാക്സ് കഴിച്ചു, അതേപോലെ തന്നെ ജ്യൂസ് കാര്യങ്ങൾ വന്നവർക്ക് അതുകൊണ്ട് എല്ലാ സെറ്റപ്പും ഇവരുടെ തന്നെ ഉണ്ട്. അപ്പം ഇവരുടെ തന്നെയാണ് അടുത്ത നമ്മൾ പോകാൻ പോകുന്ന ഗ്ലാസ് ബ്രിഡ്ജും. അതെന്തായാലും നമ്മൾ ഒന്ന് അവിടെ പോയി തന്നെ നോക്കാം. കുറെ ചെരുപ്പുണ്ട് ഇവിടെ, അപ്പൊ നമുക്ക് ചെരുപ്പ് ഇടാൻ വേണ്ടിട്ടാണ് അവര് ചെരുപ്പ് തന്നിരിക്കുന്നത്. ഞാന് കളറ് നോക്കി കഴിഞ്ഞാല് സത്യം പറഞ്ഞെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ബ്ലൂ ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഓക്കെ വാ. സത്യമായിട്ട് എനിക്കൊരു കുഞ്ഞുള്ളതാണ്. ഞാൻ മരിച്ചൊരു കുഞ്ഞിനാരില്ല നോക്കാൻ. എന്തിനാ മാനു പ്ലീസ് കുറച്ചുകൂടെ എനിക്ക് സത്യമായിട്ട് നല്ല പേടിയുണ്ട്. ഞാൻ ഈ കിടന്ന് കാണിക്കണ തൻ്റെ മാത്രമേ ഉള്ളൂ. എന്തിനാ പേടിക്കണേ?
പ്ലീസ് ഇങ്ങനെ കളിക്കില്ലാട്ടാ. മുമ്പേ എടുക്കടാ വേണ്ട വേണ്ട പ്ലീസ്. പേടിയൊന്നുമില്ല, ഞാൻ ഇങ്ങനെ വെറുതെ നിൽക്കുന്നത്. വേണ്ട മേനു. എടി ഒന്നുമില്ല. നീ അതാണ് എനിക്ക് പേടി കേട്ടാണ് സത്യമായിട്ട്. നീ വരല്ലോ, ഒരു മിനിറ്റ് വരല്ലോ. പ്ലീസ് പറയണേ. കുലുങ്ങണുണ്ട്. ഇല്ല ഇല്ല അതാണ് എടി, ഞാനില്ല ധൈര്യത്തിൽ എനിക്ക് വരാൻ പറ്റൂല. പോന്ന് പ്ലീസ്, സത്യമായിട്ട് എനിക്ക് പേടിയാണ് മേനു. ഒന്ന് ഒരു കാണിക്കണേ തോത്രയുള്ളൂ, എനിക്ക് പേടിയാ മേനു. എടി ഒന്ന് പാടി, ഞാൻ നിക്കണ കാണുന്നില്ലേ? മേനു നിക്കും, മേനു ധൈര്യമുണ്ട്, എനിക്ക് അങ്ങനെയല്ല. ഇത് കഴിഞ്ഞ് അപ്പൊ ഗൈസ്, നമ്മളങ്ങനെ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. സഫു ഭയങ്കരത്തിൽ പേടിച്ച് അവിടെ നിൽക്കുകയാണ്. എന്താ നിങ്ങൾ നോക്കിയാൽ മതി. പേടിച്ച് നിൽക്കുന്ന സംഭവം, പേടിച്ച് നിൽക്കുന്ന ഒരു ഇതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഭാഗത്തേക്ക് അവിടെ എങ്ങനെയും വരുന്നില്ല. ഞാൻ പിടിച്ച് വരാൻ ഇങ്ങനെ കൈയോട് ഇങ്ങനെ പിടിച്ച് ഇതിങ്ങനെ ആക്കുന്ന സമയത്ത് ഇപ്പൊ ചിണങ്ങണില്ല, നേരത്തെ. അപ്പോൾ നമ്മളെന്തായാലും സത്യം പറഞ്ഞെങ്കിൽ ഇവിടുത്തെ ഈ ഒരു ഇത് കോംബോ ഓഫറൊക്കെയാണ് ഇവർ കൊടുക്കണത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ മൂപ്പരോട് ഒന്നും കൂടെ നമ്മൾ നേരത്തെ സംസാരിച്ചൊക്കെ കേട്ടു. പക്ഷെ അതിൻ്റെ പുറമെ മൂപ്പര് അതിൻ്റെ ക്യാഷ് എത്രയാണോ എമൗണ്ട് വരുന്നത്, അതേപോലെ നമ്മളെന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ അടുത്ത് പോയി ചോദിക്കണം. നല്ല വ്യൂ പോയിന്റ് ആണ് ഗൈസ് ഇത്. ഇത് നമ്മുടെ മൂന്നാറുള്ള നമ്മുടെ ലൊക്കേഷനൊക്കെ നിങ്ങൾ ഓൾറെഡി കേട്ട്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവരുണ്ടെങ്കിൽ എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ ഡീറ്റെയിൽസ്, ലൊക്കേഷൻ്റെ കാര്യം മൊത്തം നമ്മൾ കൊടുക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കേണ്ട ഒരു സ്ഥലമാണ് ഗൈസ്. തീർച്ചയായിട്ടും ഇവിടെ സൈക്കിൾ എന്താണ് കേൾക്കൂല, അടുത്തടുത്തേക്ക് വരും. പിന്നെ സ്വിംഗ് ഉണ്ട്, നമ്മളിങ്ങനെ ഇട്ടിട്ട് ഒറ്റ ഇടലിടും. പിന്നെ നമ്മള് എന്താ പറയാ, സിപ്പ് ലൈനിൽ നമ്മൾ പോകുമ്പോൾ അത് വളരെ ഒരു വെറൈറ്റി എക്സ്പ്ലോറിങ് ആണ് ഗൈസ്. അതേപോലെ തന്നെ നമ്മൾ ഇപ്പം നിൽക്കുന്ന ഈ ഒരു ഗ്ലാസ് ബ്രിഡ്ജും അത്യാവശ്യം നമുക്ക് നല്ലൊരു വ്യൂ പോയിന്റ് കിട്ടും. അതേപോലെ തന്നെ നമ്മുടെ മനസ്സിലൊരു ഭയം, ഇപ്പോൾ സഫുവിനെ കാണുന്ന പോലെ ഭയം തരുത്തുന്ന രീതിയിൽ ഉള്ളൊരു ഇതാണ്. നമുക്ക് വേണമെങ്കിൽ കൈയൊക്കെ ഈ കൈ ഇരുമ്പ് കൊണ്ട് ബെൽറ്റ് ചെയ്ത പോലെയാണ് വെച്ചിരിക്കുന്നത്. നീ ഇവിടെ ഈ സെന്ററിൽ ഇരിക്കും പറഞ്ഞിട്ട് ഫോട്ടോ എന്നാ അത്ര ധൈര്യം നമുക്ക് വീഡിയോ സബ്സ്ക്രൈബറിനൊന്ന് കാണിച്ചു കൊടുക്കും. നീ ഇരിക്കും. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം, ഇവിടെ ഫോട്ടോ എടുക്കാം, നമുക്ക് ലൈവായിട്ടൊന്ന് കാണാം. കട്ട് ചെയ്യണ്ട. ഇല്ല ഇല്ല. ഗ്ലാസ്സിന് സ്ക്രാച്ച് വന്നുകൊണ്ടാണ് നമ്മള് ഈ റബ്ബർ ചെരുപ്പ് ഇട്ടായിരുന്നു തോന്നുന്നു എനിക്ക് കേട്ടോ. ഇല്ല ഇല്ല ഒന്നുമില്ല, ഇത് ഗ്ലാസ് മറ്റേ ചെറിയ ഇതൊന്നല്ല. അതെ, അത് എനിക്കറിയൂല. കുറച്ച് ഒച്ചത്തിൽ സംസാരിക്കൂ മിസ്റ്റർ സഫ മെഹ്റു. ശരിക്കും വേറെ താഴേക്ക് നമ്മൾ വീഴണമല്ലോ. ഫോട്ടോ എടുക്കാം. അവിടെ ഫോട്ടോ എടുക്കണ്ടേ? ക്യാമറ ഈടെ സെന്ററിൽ ഇരിക്കും. ഈടെ ഇരിക്കുമ്പോ കറക്റ്റ് ചില്ല് പൊട്ടൂല പൊന്നോ. നീ ഇങ്ങനെ കളിക്കല് സപ്പോ. പറഞ്ഞാ
അപ്പോൾ ഗൈസ് നമ്മള് എന്താ പറയാ ഗ്ലാസ് ബ്രിഡ്ജ് ടെസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തേത് എന്താ പറയാ സ്വിങ് നമ്മള് ഇതേ മുകളിലേക്ക് നമ്മളെ കയറ്റാൻ പോവുകയാണ്. ഫസ്റ്റ് എന്താ പറയാ സെൽഫി വീഡിയോ നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ സെൽഫി വീഡിയോ കിട്ടാൻ വേണ്ടി രണ്ടാമത് നമ്മൾ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ കയറിയതാണ്. ഫസ്റ്റത്തെ ഷോട്ട് എന്തായാലും ഞാൻ കാണിച്ചു തരാം. അതേപോലെ തന്നെ രണ്ടാമത്തെ ഷോട്ട് എൻ്റെ ഫോൺ പോകുമെന്ന് എനിക്കറിയില്ല, എന്ത് പോകും ഒന്നും എനിക്കറിയില്ല സത്യം പറഞ്ഞെങ്കിൽ. വിൽ ട്രൈ. ഫോൺ പോയാല് പോയി. അല്ല എനിക്ക് പിന്നെ നമ്മളെ ഫേസ് റിയാക്ഷൻ ഗായ്സ് ഇതൊക്കെ നിങ്ങൾക്കും വേണ്ടി. എന്ത് മതി മിണ്ടല്ലേ? എന്തിനാ ഫോൺ പോവോ? ഒരു മിനിറ്റ്. ഓക്കെ സപ്പു വീഡിയോ പോയി ഗൈസ്. ഞാൻ നല്ല പവറിൽ പിടിച്ച് ആ ഇളക്കുന്ന സമയത്തില് അല്ല സംഭവം സ്വിച്ച് എന്റെ കൈ ടച്ചായി കിട്ടിയിട്ടില്ല. സോറി ഗൈസ്, ഐ ആം റിയലി സോറി. ഇനി ടെസ്റ്റ് ചെയ്യാനുള്ള പ്രാണൻ എനിക്കില്ല. എന്റെ കൈ വറക്കുന്നുണ്ട്. ബാക്കിലേക്ക് തെറിച്ചു പോയ എന്ത് ഫോണ് നല്ല പവറിൽ പിടിച്ചു. രണ്ടര അടിച്ചാലേ ഇനി ശരിയാവുള്ളൂ. ഇല്ല കിട്ടൂല. കൂടാണ്ട് അത് മാത്രമല്ല, ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജിന്റെ തൊട്ട് താഴെ തന്നെ നമുക്ക് റോപ്പ് സൈക്കിളും കൂടെ അവൈലബിൾ ആണ്. അപ്പൊ എന്തായാലും ഇതും കൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ് നമ്മൾ ഇപ്പം ഇതിൻ്റെ ഒക്കെ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അവിടുത്തെ ഡീറ്റെയിൽസൊക്കെ ഡീറ്റെയിൽസ് മൊത്തം നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ റേറ്റാണ് നമുക്ക് അറിയാനുള്ളത്. അതേപോലെ തന്നെ ഇതൊരു കോംബോ ആയിട്ടും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് മൂപ്പരോട് തന്നെ ചോദിച്ചു നോക്കാം. എങ്ങനെയാണ് കോംബോ ആയിട്ട്? കോംബോ നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജ്, സൈക്ലിങ്, സ്കൈസിങ് മൂന്നും കൂടെ നമ്മളൊരു കോംബോ ആയിട്ട് കൊടുക്കും. ഓരോരുത്തരും നമ്മൾ നോക്കുമ്പം 600 രൂപ ഗ്ലാസ് ബ്രിഡ്ജിന് തനിയാകുമ്പോൾ എടുക്കുമ്പോൾ 600 രൂപ ഒരു പേഴ്സണിന് 600 രൂപ വരും. പിന്നെ സൈക്കിളിന് 400 രൂപ ഒരു പേഴ്സൺ വരും. ഊഞ്ഞാലിനാണെങ്കിൽ ഒരാൾക്ക് 500 രൂപ വരും. ഇപ്പം 500, 1000, 1400 വരും. അപ്പോൾ നമ്മൾ കോംബോ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ 1200 കൊടുക്കും. 1200 മൂന്നും കൂടെ ഒരു പേഴ്സണായിട്ട് ഇവർ ചെയ്തു കൊടുക്കും. നമുക്ക് പിന്നെ മുകളിൽ നമ്മുടെ ഒരു ഹൈ റേഞ്ച് സ്പൈസസ് ഉണ്ട്. തൊട്ട് മുകളിൽ നമുക്ക് ഇവിടെ ഹൈ റേഞ്ച് സ്പൈസസ് ഒറിജിനൽ നമ്മുടെ തോട്ടത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഏലക്ക, കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങൾ തന്നെ, ചോക്ലേറ്റ് ഫാക്ടറി ഇതെല്ലാം ഉണ്ട് നമുക്ക് മുകളിൽ. കഴിഞ്ഞാൽ ചോക്ലേറ്റ് ഫാക്ടറി എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതാണ്. നമ്മൾ കഴിഞ്ഞാൽ മൈദ ഒന്നും ചേർക്കാതെ കുഞ്ഞു കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ പ്യുവർ. അപ്പോൾ എന്തായാലും നമ്മൾ സത്യം പറഞ്ഞെങ്കിൽ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച് നിങ്ങൾ സഹകരിച്ചതിന്. നിങ്ങൾ കാണാൻ പറ്റിയതിനും നമുക്ക് വളരെ ഉപകാരം. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ മൂപ്പരെ പരിചയപ്പെട്ടതിലും നമ്മുടെ സബ്സ്ക്രൈബറിന് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമോ അതേപോലെ തന്നെ ഈ ഒരു കോംബോ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ഒരുപാട് താങ്ക് യു സോ മച്ച്. അപ്പം എല്ലാവരും മാക്സിമം ഒന്ന് മൂന്നാർ വരുന്നവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ ആണ്. എന്തായാലും ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തീർച്ചയായിട്ടും എല്ലാ ഡീറ്റെയിൽസും കൊടുക്കുന്നതാണ്, ലൊക്കേഷൻ അടക്കം. അപ്പോൾ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാത്തവർ മൂന്നാർ വന്നു കഴിഞ്ഞാൽ ഇത് മിസ്സാക്കാണ്ട് തന്നെ ഇവിടെ വരണം. അപ്പോൾ ഓക്കെ, ബൈ.